ഹലോ, അപ്പോൾ ഇന്നൊരു ചെറിയ കുക്കിംഗ് വ്ളോഗാണ്. പടവലങ്ങ മെഴുക്കുവരട്ടി. പടവലങ്ങ ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി പുറന്തോടൊക്കെ ഒന്ന് ചുരണ്ടിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിനാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു സവാളയും ഒരു ചെറിയ പച്ചമുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് ചെറുതെടുത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഈ മെഴുക്കുവരട്ടി ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പച്ചമുളക് കുറച്ചെടുത്തേക്കുന്നത്. ചട്ടിത ഗ്യാസിലോട്ടൊന്ന് വെച്ചു. അതിനുശേഷം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് കടുക് താളിക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം ഈ പടവലങ്ങ കൂട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പടവലങ്ങ അരിഞ്ഞതും സവാളയും പച്ചമുളകും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ പടവലങ്ങയും ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങി വരും. നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഉപ്പ് ചേർക്കുന്നത് ഇതിനൊരു പാകം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പടവലങ്ങയ്ക്കും സവാളയ്ക്കും ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്താൽ മതി. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും തേങ്ങയാണ് ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പടവലങ്ങ മെഴുക്കുവരട്ടിക്കുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴണ്ട് വന്നാൽ സൂപ്പർ ടേസ്റ്റി പടവലങ്ങ റെഡിയാണ്. അപ്പോൾ ചെയ്തു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.